പെറ്റൽസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി പ്ലാൻ ഹാങ്ങർ, അത് സ്പൈറലായിട്ടുള്ള പ്ലാൻ ഹാങ്ങർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ചിരട്ടയാണ്. അപ്പോൾ ആ ചിരട്ടയൊക്കെ എടുത്തിട്ട് കണ്ണൻ ചിരട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, ആ ഹോളിലെ ഭാഗം. അപ്പോൾ അതിൽ നല്ലപോലെ പെയിൻറ്റൊക്കെ അടിച്ച് കുറച്ച് കുത്തൊക്കെ ഇട്ട് ഡിസൈനൊക്കെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുള 1 മീറ്റർ നീളമുള്ള ഒരു മുള കഷ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ചിരട്ടയിലൊക്കെ ഓരോ തുള ഉണ്ടാക്കിയെടുക്കണം. അത് സ്ക്രൂ വെച്ചാണ്ട് ഇതിമേ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ മുളമ്പ ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓരോ ചിരട്ടയിലും ഒരു ഹോൾ ഇട്ടെടുക്കാം. ചിരട്ടയിലൊക്കെ നമ്മൾ തുളയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മുളക്കഷ്ണത്തിലും അതുപോലെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം 2 തുള ഇടാം. അപ്പോൾ അത് ആ മുകൾ ഭാഗത്ത് 2 ഭാഗത്തായിട്ട് ഓരോ ഹോൾ ഇട്ടിട്ട് അതിൽ കയറ് കൊടുത്തിട്ടാണ് നമ്മൾ ഇത് തൂക്കിയിടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ 2 ഭാഗത്ത് നമുക്കൊരു തുളയിട്ട് എടുക്കാം. അപ്പോൾ മുകൾ ഭാഗത്ത് നമ്മൾ തുളയൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഓരോ തുളകൾ ഇട്ട് കൊടുക്കണം. അത് സ്പൈറൽ ഷേപ്പിൽ ഇട്ടെടുക്കണം. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഓരോ ചിരട്ട പിടിപ്പിച്ച് കൊടുക്കാനാണ്. അപ്പോൾ ഞങ്ങളിതാ ഈ സ്പൈറൽ ഷേപ്പിൽ തന്നെ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു അകലം കണ്ടുകൊണ്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവിടെയൊക്കെ നമുക്ക് ചിരട്ട ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു സ്ക്രൂ ആണിയാണ്. അപ്പോൾ അത് 1 ഇഞ്ചിൻ്റെ ആണിയാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡ്രില്ലർ ഉപയോഗിച്ച് അതാകുമെന്ന് പിടിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളെല്ലാ ചിരട്ടയും ഇതുമ്പോൾ ഫിറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ സ്പൈറൽ ഷേപ്പിൽ കണ്ടോ, നല്ല ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടണമെങ്കിൽ ഹൈറ്റ് കൂട്ടാൻ, കുറച്ച് ചിരട്ടകൾ മതി, കുറച്ച് ചെറിയ ഹാങ്ങർ മതി വെച്ചാൽ അതിനനുസരിച്ച് വലുപ്പത്തിൽ ഈ ഒരു മുളക്കഷ്ണം എടുത്താൽ മതി. എന്നിട്ട് അതും ചെറുതാക്കി ചെയ്താൽ അങ്ങനെയും ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്കിതിൽ മണ്ണ് നിറച്ചിങ്ങാണ്ട് ചെടി നടണം. അപ്പോൾ അത് തൽക്കാലം ഞാനിവിടെ ഒരു മരത്തിൽ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതുമ്പോൾ ഒരു കയറൊക്കെ വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനിവിടെ തൽക്കാലത്തിന് തൂക്കിയിരിക്കുകയാണ്. ഇനി ഇതിൽ നമുക്ക് മണ്ണ് നിറച്ചതിന് ശേഷം അതിൽ ചെടി നട്ടുപിടിപ്പിക്കാം. അങ്ങനെ നമ്മൾ എല്ലാ ചിരട്ടയിലും നല്ല പോലെ മണ്ണൊക്കെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഏത് ചെടിയാണോ വേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് അത് നിറച്ച് കൊടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ ഉപയോഗിച്ചാൽ ഉദ്ദേശിച്ചിട്ടുള്ളത് പിങ്ക് ലേഡി എന്നറിയപ്പെടുന്ന ചെടിയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ ചെറിയ കുറച്ച് കഷ്ണം കൊടുത്തിട്ട് ഒരു വലിയ ചട്ടിയിലോട്ട് മാറ്റി അത് കുറച്ച് വലുതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെടിയാണ് കേട്ടോ ഞാൻ അതിൽ വെക്കാൻ കരുതിയിട്ടുള്ളത്. അപ്പോൾ നോർമലായിട്ട് കാണുന്ന കലേഷ്യൻ്റെ പോലെ ഇത് പെട്ടെന്ന് ഒന്നായിട്ട് വള്ളിയായിട്ട് തൂങ്ങി വന്നാണ്ട് തിക്കായി വരില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു ബോൾ ഷേപ്പിലായിട്ട് വരികയാണ് ചെയ്യണത്. അപ്പോൾ ഇത് നട്ടുപിടിപ്പിക്കലും തന്നെ ഓരോ ചെറിയ ചെറിയ പീസ് എടുത്തിട്ട് മണ്ണിൽ കുത്തി കൊടുക്കുകയാണ് ചെയ്യണത്. മറ്റേ കലേഷ്യയാണെങ്കിൽ നമുക്ക് ഒന്നിച്ചൊരു ചട്ടിയിലിട്ടാണ്ട് ഇങ്ങനെ അതിൽ കുറച്ച് മണ്ണ് തൂവി കൊടുത്താൽ മതി. ഇതങ്ങനെയല്ല നട്ടുപിടിപ്പിക്കേണ്ടത്, ഓരോ ചെറിയ പീസ് ഇങ്ങനെ കുത്തി കൊടുക്കണം. അപ്പോഴേ ഭംഗി ഉണ്ടാവുള്ളൂ, തിക്കായി വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചെയ്യണ വീഡിയോ ഒന്നും ഇപ്പോൾ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അതിപ്പോൾ എല്ലാവർക്കും അറിയണ കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എവിടെ തൂക്കേണ്ടത് വെച്ചാൽ അവിടെയൊക്കെ മാറ്റാം. അപ്പോൾ ഞാനിതാ ഇവിടെയാണ് കേട്ടോ അത് സെറ്റാക്കാൻ കരുതിയിട്ടുള്ളത്. ഈ ഒരു സ്ഥലത്തിൻ്റെ എന്താണെന്നറിയില്ല, ഞാൻ ഇതിന് മുന്നേ ഈ ചെടി വെച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 2 ദിവസം 2-3 ദിവസം അങ്ങനെ നിന്നിട്ടുണ്ടാവും. പിന്നെ ഈ താഴോട്ട് തൂങ്ങിയ ഭാഗം ഫുള്ള് കരിഞ്ഞ് വീണ് പോന്ന്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഈ ഒരു ചെടി മാത്രമല്ല ഒരുപാട് ചെടികൾ മാറ്റി മാറ്റി വെച്ച് നോക്കിയിട്ടുണ്ട്. ആ ചെടികളൊക്കെ അവസ്ഥ തന്നെയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഈ ഒരു ഭാഗത്ത് ഇവിടെ വെച്ചിട്ട് ഇവിടെ ഇതിനെന്ത് സംഭവിക്കുന്നതും കൂടി കാണാമല്ലോ. അപ്പോൾ നമുക്കിതാ ഇത് നനച്ചു കൊടുക്കുമ്പോഴും കൂടി ശ്രദ്ധിക്കണം, ഇത് ചിരട്ടയിലല്ലേ. അപ്പോൾ ഒന്നായിട്ട് കൊണ്ടുപോയി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ ചിരട്ടയിലെ മണ്ണൊക്കെ പുറത്തോട്ട് പോവും. അപ്പോൾ ഒരു സ്പ്രെയർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നനച്ച് കൊടുക്കേണ്ടത്.
അപ്പോൾ ഇത് നമ്മൾ നല്ല പോലെ ഒന്ന് നനച്ചെടുക്കുക. പിന്നെ ദിവസം ഇതുപോലെ നനച്ച് കൊടുക്കണം. കുറച്ച് വലുതാകുന്നത് വരെ ഇതുപോലെ നനച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ അധികം വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഞാനിതിവിടെ കൊണ്ട് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ ബൈ.